അപ്പം ജാതിക്ക് തുല്യമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയെ നിങ്ങൾക്ക് വംശസങ്കല്പത്തിലോ വർണ്ണസങ്കല്പത്തിലോ അതേപടി കാണാൻ പറ്റില്ല. റേസോ അല്ലെങ്കിൽ ഈ കളറോ ഒന്നും ഇക്വേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സോഷ്യൽ കാറ്റഗറിയാണല്ലോ ജാതി എന്നുള്ളത്. അപ്പം അതിനെ അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേവലമായൊരു എന്താ പറയുക ഉൽപാദന വ്യവസ്ഥാപരമായ ഒരു വിശകലനത്തിന് അപ്പുറമുള്ള ജാതി എന്ന ഘടകത്തെ അദ്ദേഹം കാണുന്നുണ്ട്. ഇപ്പം രസമുള്ളൊരു ഒബ്സർവേഷൻ അദ്ദേഹത്തിൻ്റെ ഉണ്ടല്ലോ, നിങ്ങളൊരു കെട്ടിടം പണിയുമ്പോൾ അടിയിൽ നിന്ന് പണിത് തുടങ്ങണം, പക്ഷെ പൊളിക്കുമ്പോൾ മുകളിൽ നിന്ന് പൊളിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് സിസ്റ്റത്തെ തകർക്കണമെങ്കിൽ ഉപരിഘടനാപരമായ അംശത്തിന് മുന്നിൽ കൊടുക്കേണ്ടി വരും. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ജാതി പോകാതെ ഇന്ത്യയിലെ മർദ്ദിത ജനത വിമോചിതാവില്ല. കാരണം ജാതി എന്ന് പറയുന്നത് കേവലം ഏത് സമൂഹവും എടുത്തണിയുന്നൊരു മേൽത്തട്ടല്ല, അല്ലെങ്കിൽ ആഭരണമല്ല, ഒരു അടയാഭരണമല്ല, മറിച്ച് വ്യക്തിസ്വത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെ ഭേദിക്കാതെ നിങ്ങൾക്ക് പ്രോലിറ്റേറിയറ്റ് ഐഡൻറ്റിറ്റിയിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാസ്റ്റ് ഐഡൻറ്റിറ്റിയെ ഭേദിക്കേണ്ടി വരും. കാസ്റ്റ് ഐഡൻറ്റിറ്റിയെ ഭേദിക്കാതെ ഒരു യൂണിഫൈഡ് തൊഴിലാളി ഇല്ല. അപ്പം ജാതിക്ക് തുല്യമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയെ നിങ്ങൾക്ക് വംശസങ്കല്പത്തിലോ വർണ്ണസങ്കല്പത്തിലോ അതേപടി കാണാൻ പറ്റില്ല. റേസോ അല്ലെങ്കിൽ ഈ കളറോ ഒന്നും ഇക്വേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സോഷ്യൽ കാറ്റഗറിയാണല്ലോ ജാതി എന്നുള്ളത്. അപ്പം അതിനെ അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേവലമായൊരു എന്താ പറയുക ഉൽപാദന വ്യവസ്ഥാപരമായ ഒരു വിശകലനത്തിന് അപ്പുറമുള്ള ജാതി എന്ന ഘടകത്തെ അദ്ദേഹം കാണുന്നുണ്ട്. ഇപ്പം രസമുള്ളൊരു ഒബ്സർവേഷൻ അദ്ദേഹത്തിൻ്റെ ഉണ്ടല്ലോ, നിങ്ങളൊരു കെട്ടിടം പണിയുമ്പോൾ അടിയിൽ നിന്ന് പണിത് തുടങ്ങണം, പക്ഷെ പൊളിക്കുമ്പോൾ മുകളിൽ നിന്ന് പൊളിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് സിസ്റ്റത്തെ തകർക്കണമെങ്കിൽ ഉപരിഘടനാപരമായ അംശത്തിന് മുന്നിൽ കൊടുക്കേണ്ടി വരും. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ജാതി പോകാതെ ഇന്ത്യയിലെ മർദ്ദിത ജനത വിമോചിതാവില്ല. കാരണം ജാതി എന്ന് പറയുന്നത് കേവലം ഏത് സമൂഹവും എടുത്തണിയുന്നൊരു മേൽത്തട്ടല്ല, അല്ലെങ്കിൽ ആഭരണമല്ല, ഒരു അടയാഭരണമല്ല, മറിച്ച് വ്യക്തിസ്വത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെ ഭേദിക്കാതെ നിങ്ങൾക്ക് പ്രോലിറ്റേറിയറ്റ് ഐഡൻറ്റിറ്റിയിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാസ്റ്റ് ഐഡൻറ്റിറ്റിയെ ഭേദിക്കേണ്ടി വരും. കാസ്റ്റ് ഐഡൻറ്റിറ്റിയെ ഭേദിക്കാതെ ഒരു യൂണിഫൈഡ് തൊഴിലാളി ഇല്ല.